മിസ്റ്റർ മീനിലുള്ള ഈ ഒരു എപ്പിസോഡ് എത്ര പേര് കണ്ടിട്ടുണ്ട്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. വാട്സാപ്പ് ടെലഗ്രാമിനെ കോപ്പി അടിച്ച് ഇപ്പോൾ ടെലഗ്രാമിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് പ്രഷർ. പുതിയ ഫീച്ചർ കണ്ടുപിടിക്കുക, എന്നിട്ടാണ് വാട്സാപ്പിനെ കോപ്പി അടിക്കുക. ചുമ്മാ പറയുമല്ല, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടെലഗ്രാം വർഷങ്ങൾക്ക് മുന്നേ ഇറക്കിയ പല ഫീച്ചേഴ്സും വാട്സാപ്പ് കോപ്പി അടിച്ചിട്ടുണ്ടല്ലോ, അത്തരത്തിലുള്ള 30 ഞാൻ പറഞ്ഞുതരാം. മാർച്ച് 2025 മാർച്ച് 2015 ടെലഗ്രാം കൊണ്ടുവന്നൊരു പരിപാടിയാണ് ഈ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് റിപ്ലൈ കൊടുക്കൂലേ, ആ പരിപാടി. ഏകദേശം 1 വർഷത്തിന് ശേഷം അത് വാട്സാപ്പ് കോപ്പി അടിച്ചു. കാലങ്ങൾക്ക് മുന്നേ ജാനുവരി 2015 ടെലഗ്രാം ഇറക്കിയൊരു ഫീച്ചറാണ് സ്റ്റിക്കർ. ഏകദേശം 4 വർഷം എടുത്തുവെങ്കിലും അതിനുശേഷം വാട്സപ്പ് അതും കോപ്പി അടിച്ചു. വാട്സപ്പിൽ ഈ അടുത്തായിട്ട് പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ എന്ന പരിപാടിയില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ 8 വർഷം മുന്നേ ടെലഗ്രാം ഇറക്കിയൊരു കാര്യമാണ്. എന്തിനാ അയച്ച മെസ്സേജ് എഡിറ്റ് ചെയ്യേണ്ട ഫീച്ചർ പോലും 7 കൊല്ലം മുന്നെയാണ് ടെലഗ്രാം ഇറക്കിയത്. എഡിറ്റ് മാത്രമല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് അയച്ച മെസ്സേജ് ഇന്ന സമയത്ത് ഡിലീറ്റ് ആയി പോകണം എന്നുള്ള ടൈമർ വരെ 7 കൊല്ലം മുന്നേ ഒമാൻ ഇറക്കി. ഒരു ലിങ്ക് അയച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രിവ്യൂ വരില്ലേ, ഈ സാധനം 2015 കണ്ടോ ടെലഗ്രാം ഇറക്കി. എന്തിന് ഗ്രൂപ്പ് ചാറ്റിൽ പോൾ ഇടുന്ന പരിപാടി ഉണ്ടല്ലോ, അതും 2018 വിട്ട സീനാണ് ടെലഗ്രാം. ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെക്കിപ്പിടിച്ച് റിയാക്ഷൻ കൊടുക്കാറുണ്ട്. ആ റിയാക്ഷനും 2021 ടെലഗ്രാം കൊണ്ടുവന്നു. ഈ അടുത്തായിട്ട് ഞാൻ പോലും വാട്സാപ്പിൽ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. വോയിസ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ആയിട്ട് കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായി. 2022 ഇറക്കിയ ഫീച്ചറാണ് ടെലഗ്രാമിൽ. നിങ്ങളുടെ കുടുംബക്കാരിൽ കുറച്ച് പേർക്ക് മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കാറുണ്ട്, വർക്കിൽ കുറച്ച് പേർക്ക് മാത്രം അയക്കാറുണ്ട്, സ്കൂൾ ഫ്രണ്ട്സിൽ കുറച്ച് പേർക്ക് മാത്രം അയക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചാറ്റ് ഗ്രൂപ്പുകളാക്കി മാറ്റാമല്ലോ. ആ ചാറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ചാറ്റ് ഫോൾഡറൊക്കെ 2020 വന്ന ഫീച്ചറാണ്. എങ്കിലും നിങ്ങളിത് വിശ്വസിക്കുമെന്നറിയില്ല. ഇതിൽ എത്ര പേരാണ് വാട്സാപ്പ് ശരിക്കും ഇറങ്ങിയ സമയം തൊട്ട് ആദ്യത്തെ പൈസ കൊടുത്ത് വാട്സാപ്പ് എടുക്കണം എന്നുള്ള കാലം തൊട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വാട്സാപ്പിൽ ഡാർക്ക് മോഡ് ഉണ്ടായില്ല, ടെലഗ്രാമിലും ഉണ്ടായില്ല. 2017 ടെലഗ്രാമിൽ ഇറക്കി. ഏകദേശം 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് വാട്സാപ്പിൽ ഡാർക്ക് മോഡ് വന്നത്. പക്ഷെ പണ്ടൊക്കെ ടെലഗ്രാം യൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാര്യം എന്താണെന്നറിയോ, നിങ്ങൾക്കൊരു ഡോക്യുമെൻ്റ് അയക്കാം. ഡോക്യുമെൻ്റ് ആയിട്ട് എന്ത് സാധനം അയക്കണമെങ്കിലും അതിന് ടെലഗ്രാം വേണമായിരുന്നു. എപ്പോൾ 2013 കൊണ്ടുവന്നു ഡോക്യുമെൻ്റ് ഒക്കെ. എന്തിനാ 2013 ടെലഗ്രാമിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉണ്ടായി. ഇപ്പം നിങ്ങൾ സ്റ്റിക്കറിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇതിന് മുന്നേ നിങ്ങൾ ഗിഫ് അയച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയില്ലേ, ആ ഗിഫ് അയക്കുന്നതല്ല, ഗിഫ് സെർച്ച് ചെയ്ത് അയക്കുന്ന പരിപാടി 2015 തൊട്ടേ ടെലഗ്രാമിലുണ്ട്. ഈവൻ ടെലഗ്രാമിൽ 2013 നിങ്ങൾക്ക് ഒരൊറ്റ അക്കൗണ്ട് മൾട്ടിപ്പിൾ ഡിവൈസുകളിൽ ലോഗിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. വാട്സാപ്പിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന മെമ്പേഴ്സിന് ഒരു ലിമിറ്റ് ഉണ്ടായത്. പിന്നെ കൂടി വന്നാണ് ഇപ്പോൾ വലിയ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. 2015 ടെലഗ്രാമിൽ വലിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കായിരുന്നു. പിന്നെ മെസ്സേജുകളിൽ ചില കാര്യങ്ങൾ ഇപ്പം നമുക്ക് തന്നെ അയക്കണമെങ്കിൽ പണ്ട് എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ വേറൊരാളും കൂടി ഒരു ഗ്രൂപ്പ് ചാറ്റ് തുടങ്ങും. എന്നിട്ട് ആ ഗ്രൂപ്പ് ചാറ്റിൽ നിന്ന് മറ്റേ ആൾ എക്സിറ്റ് ആവും. എന്നിട്ട് ആ ഗ്രൂപ്പിനെ ആയിരിക്കും നമ്മൾ സേവ്ഡ് മെസ്സേജസ് ആയിട്ട് വെക്കുന്നത്. 2017 ടെലഗ്രാമിൽ സേവ്ഡ് മെസ്സേജസ് ഉണ്ട്. ഈവൻ ഗ്രൂപ്പുകളിൽ പോലും പണ്ടൊരാളെ ആഡ് ചെയ്യണമെങ്കിൽ അഡ്മിൻ വിചാരിക്കണം, അഡ്മിൻ്റെ കാര്യം പിടിച്ച് അഡ്മിന് നമ്പർ അയച്ചു കൊടുത്തിട്ട് വേണം അഡ്മിൻ ആഡ് ചെയ്യാൻ. പിന്നെയാണ് ഈ ലിങ്ക് അയച്ചു കൊടുത്ത് ഗ്രൂപ്പിലേക്ക് ഇൻവിറ്റേഷൻ ഒക്കെ വന്നത്. ടെലഗ്രാമിൽ 2015 തൊട്ട് ഇതേമാതിരി ലിങ്ക് അയച്ച് ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യായിരുന്നു. ആൻഡ് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ അന്നേ വിട്ട കളിയാണ്. ആൻഡ് പണ്ട് ആപ്ലിക്കേഷൻ ഒന്നും ആവശ്യം ഉണ്ടായില്ല. 2014 കാലഘട്ടങ്ങളിലൊക്കെ ഇപ്പോൾ ടെലഗ്രാം ആക്സസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്രോമിൽ പോയിട്ട് ടെലഗ്രാം വെബ് എടുക്കാമായിരുന്നു. ആൻഡ് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, 2016 ടെലഗ്രാമിൽ ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റുമായിരുന്നു. അത് അന്ന് വാട്സാപ്പിന് പറ്റില്ലായിരുന്നു. ഏകദേശം 2 കൊല്ലത്തിന് ശേഷമാണ് ഗ്രൂപ്പിന് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ വാട്സാപ്പിൽ വന്നത്. ടെലഗ്രാം ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയോ, അന്ന് 2014 പോലും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആൾക്കും നമ്മൾക്കും ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ആ ഒരു ഫീച്ചറിന് വേണ്ടി മാത്രം ടെലഗ്രാം യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായി. അത് വാട്സാപ്പിൽ എങ്ങാണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വന്നത്. ആൻഡ് വാട്സാപ്പ് നിങ്ങൾക്ക് ലോക്ക് ചെയ്യണമായിരുന്നെങ്കിൽ പണ്ടൊരു ആപ്പ് ലോക്ക് ഇൻസ്റ്റാൾ ചെയ്യണമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് 2019 ഞാൻ ആദ്യമായിട്ടിട്ട വീഡിയോ വാട്സാപ്പ് ഫീച്ചേഴ്സ്. അതിനകത്ത് ഈ ഒരു വാട്സാപ്പിൻ്റെ ബീറ്റ വെർഷനിലായിരുന്നു ആദ്യമായിട്ട് ഫിംഗർ പ്രിന്റ് വെച്ച് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി വന്നത്. അതൊക്കെ 2015 തൊട്ടേ ടെലഗ്രാമിനുണ്ടായി. പിന്നെ വാനിഷ് മോഡ്, ഇൻസ്റ്റാഗ്രാമിലെ വാനിഷ് മോഡ് ഇപ്പോൾ നമ്മുടെ വാട്സാപ്പിലെ ഡിസപ്പിയറിംഗ് മെസ്സേജ് അല്ലേ, അതൊക്കെയായിരുന്നു ടെലഗ്രാമിന്റെ ഹൈലൈറ്റ് ഫീച്ചേഴ്സ് എപ്പോൾ 2013. പിന്നെ വേറെ സംഭവം, ടെലഗ്രാമിൽ ഇപ്പോൾ ആർക്കെങ്കിലും നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ടെലഗ്രാം ഓപ്പൺ ചെയ്ത് ആ ടൈപ്പ് ചെയ്ത മെസ്സേജ് അവിടെ ഡ്രാഫ്റ്റ് ആയിട്ട് കിടക്കുമായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഇപ്പോഴെങ്ങാണ്ടുമാണ് വാട്സാപ്പിൽ വന്നേക്കുന്നത്, 2016 ടെലഗ്രാമിൽ വന്ന സാധനം. പിന്നെ വോയിസ് മെസ്സേജ് ഒക്കെ 2x കേൾക്കാൻ പറ്റുന്ന ഫീച്ചർ. ഇപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വീഡിയോ മെസ്സേജ് അയക്കാറില്ല ഈ സർക്കിളിൻ്റെ ഉള്ളിൽ, അതും 2017 സമയത്തൊക്കെ വന്നതാണ്. എന്തിന് 2017 ഈവൻ ടെലഗ്രാമിനകത്ത് മെസ്സേജ് പിൻ ചെയ്ത് വെക്കാൻ പറ്റുമായിരുന്നു, ഏത് പിൻഡ് മെസ്സേജസ്. സോ സത്യം പറഞ്ഞാൽ ടെലഗ്രാമിൽ ഏകദേശം 80-90% ഫീച്ചേഴ്സും വാട്സാപ്പ് കോപ്പി അടിച്ചിട്ടുണ്ട്. ബട്ട് വർഷങ്ങൾക്ക് മുന്നേ ടെലഗ്രാമിലെത്തി. ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേര് ടെലഗ്രാം ഫാൻസ് ഉണ്ട്? ജസ്റ്റ് ഒന്ന് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ആൻഡ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.